നഗരമെന്നില്ല, ഗ്രാമമെന്നില്ല. ഒരൊറ്റ രാത്രിയിലെ മഴ കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഒട്ടുമിക്ക ഇടങ്ങളിലും. ഇന്ന് പെയ്തിരിക്കുന്ന കനത്ത മഴയിൽ കൊച്ചി നഗരം മുങ്ങിക്കിടക്കുകയാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒന്നും സ്ഥിതി വ്യത്യസ്തമല്ല. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോ ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഏറ്റവും ദുരിതം പിടിച്ച അനുഭവങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയും. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ കൊച്ചി നഗരം മുങ്ങിപ്പോയി. കോർപ്പറേഷനിലും തൃക്കാക്കര, കളമശ്ശേരി നഗരസഭാ പരിധികളിലും ജനജീവിതം ആകെ സ്തംഭിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ വെള്ളക്കെട്ടിൽ കൊച്ചി വലയുകയാണ്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചി നഗരത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. കൊച്ചി കൈപ്പടമുകളിൽ വെള്ളം കയറിയതോടെ റോഡിന്റെ അതിരറിയാതെ കാർ ഓടയിൽ വീണത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ സ്ഥലത്ത് അതേ അപകടം ആവർത്തിച്ചിരിക്കുന്നു. കളമശ്ശേരി മൂലേപ്പാടത്ത് വീടുകളിൽ വെള്ളം കയറിയതോടെ ഫയർഫോഴ്സ് എത്തിയ ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയാണ്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരും കളമശ്ശേരിയിൽ നിന്ന്. ഇനി പടമുകളിലെ അവസ്ഥ. ചിന്നംപിള്ളി ചിറയിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാർ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതോടെ ഒഴുകി തോട്ടിൽ വീണിരിക്കുന്നു. കാക്കനാട്ടെ അവസ്ഥയാണ്. ശ്യാംകുമാർ കാക്കനാട്ട് നിന്നുണ്ട്. തൃക്കാക്കരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എബിൻ ജോസും നമ്മളോടൊപ്പം ചേരുന്നു. കൊച്ചി നഗരത്തിലെ കാഴ്ചയിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കറിയാം, ഇത് കൊച്ചിയിലെ മാത്രം സാഹചര്യമല്ല. തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ കുട്ടനാടൊക്കെ വെള്ളത്തിനടിയിലാവുകയാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. മഴക്കാലം എത്തുമെന്ന് അധികൃതർക്കറിയാം. ഇപ്പോഴിതാ ഈ മഴക്കാലം എത്തിയതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളും വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് വിഷ്ണു സുരേഷിലേക്ക് ആദ്യം പോകാം. വിഷ്ണു, എന്താണ് കൊച്ചി നഗരത്തിലെ നിലവിലെ സാഹചര്യം? ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്, പലയിടങ്ങളിലും വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ്. ആളുകൾ ഈ ഓടയ്ക്ക് അരികിലൂടെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം നടന്നു പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി നഗരത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് വിഷ്ണു? ഗോപി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ കൊച്ചി നഗരത്തെ വീണ്ടും വെള്ളത്തിലാക്കിയെന്ന് പറയാം. ഇത് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് ആകെ മുങ്ങിക്കിടക്കുന്ന കാഴ്ച പരിതാപകരം അല്ലാതെ മറ്റൊരു വാക്ക് വിശേഷിപ്പിക്കാനല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നു, പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ട അവസ്ഥ. ഇത് ഈ വർഷം മാത്രമല്ല സൗത്ത് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. എത്രയോ വർഷങ്ങളായി സൗത്ത് ബസ് സ്റ്റാൻഡ് ഈ ദുരവസ്ഥ നേരിടുകയാണ്. ഇത്തവണ ഫെബ്രുവരിയിൽ അതായത് പുനർനിർമ്മാണം നടത്തും, ഈ വെള്ളക്കെട്ടുകളെല്ലാം പരിഹരിക്കുമെന്ന് മന്ത്രി പി രാജീവ് നേരിട്ടെത്തി പറഞ്ഞൊരു സ്ഥലമാണ്. ഒരു പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ ഈ വെള്ളം പൊങ്ങിയതെന്ന് ആളുകൾ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകില്ല. ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ഒരു പ്രതിരോധ നടപടി പോലും ഒരുക്കാൻ ഈ നഗരസഭാ അധികൃതർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ജനപ്രതിനിധികൾക്കോ ആർക്കും ആയിട്ടില്ല. KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം മാത്രമല്ല, കൊച്ചിയിൽ എമ്പാടും ഇത് തന്നെയാണ് അവസ്ഥ. പാലാരിവട്ടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നാം കണ്ടു, കടവന്ത്രയിൽ രൂപപ്പെട്ടത് കണ്ടു, പനമ്പള്ളി നഗറിൽ രൂപപ്പെട്ടത് കണ്ടു. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. ആ വാക്ക് കൊച്ചിൻ കോർപ്പറേഷൻ കേട്ടതേയില്ല എന്നുള്ളതാണ്. ഇത്തവണ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ വിശദീകരണങ്ങൾ പലതും കൊച്ചിൻ കോർപ്പറേഷൻ നൽകുന്നുണ്ട്. മേഘവിസ്ഫോടനവും അപ്രതീക്ഷിതമായ മഴയുമാണ് ഇന്നത്തെ വെള്ളക്കെട്ടിന് കാരണമെന്ന ഒരു ന്യായം മാത്രം അവർ പറയുന്നു. പക്ഷേ അത് എത്രത്തോളം ന്യായീകരിക്കാനാകും എന്നുള്ളത്. മേഘവിസ്ഫോടനവും അപ്രതീക്ഷിതമായ മഴയും ഒക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊച്ചിയിലെ ബസ് സ്റ്റാൻഡാണ്, കൊച്ചി നഗരത്തിലെ ബസ് സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത്. വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട്. ആളുകളെ ആരും ഇപ്പോഴവിടെ കാണുന്നില്ല. വിഷ്ണു, ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ആരും കാണുന്നില്ല. ഈ ബസ് സ്റ്റാൻഡിലേക്ക്, അതായത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശത്തേക്ക് ആളുകൾ എത്തുന്നില്ല. അതായത് ഈ ബസ് സ്റ്റാൻഡിന് പുറത്ത് വെള്ളമില്ലാത്ത ഭാഗത്ത് വാഹനം നിർത്തുകയും അവിടെ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വെള്ളം അത് ഈ തൊട്ടപ്പുറത്തെ ഓവുചാലിൽ നിന്നെല്ലാം അകത്തേക്ക് വരുന്നൊരു വെള്ളമാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് ഭയപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് എത്തുന്നില്ല. യാത്രക്കാർ പുറത്തു നിന്ന് കയറിപ്പോവുകയാണ്. വലിയ വാഹനങ്ങൾ, അതായത് ഇന്റർസ്റ്റേറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ പുറത്ത് നിർത്തി, അവിടെ വെള്ളമില്ലാത്ത ഭാഗത്ത് നിർത്തി അവിടെ നിന്നാണ് ആളുകൾ കടന്നു പോകുന്നത്. ഇത് എത്രയോ വർഷങ്ങളായി KSRTC ബസ് സ്റ്റാൻഡിൽ ഈ വെള്ളം കയറുകയാണ്. മെട്രോ പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക തരത്തിലുള്ള പുതിയ ഗതാഗത സംവിധാനങ്ങൾ കൊച്ചി രാജ്യത്തിന് തന്നെ ആകെ മാതൃകയായി മാറുമ്പോഴാണ് ഇപ്പോഴും ഈ
ഈ KSRTC സ്റ്റാൻഡ് ഒരു അപമാനകരമായ കാഴ്ചയായി മാറുന്നത്. പല പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഈ KSRTC ബസ് സ്റ്റാൻഡുമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാറി മാറി വന്ന കോർപ്പറേഷൻ ഭരണസമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികളൊന്നും ഒരു തരത്തിലും എവിടെയും ആരംഭിച്ചിട്ടില്ല. ഒരു കല്ലിടാൻ പോലും ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം. ശരി വിഷ്ണു, ഞാൻ വരാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡാണ്. ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് വെള്ളം കയറിയിട്ടില്ലാത്ത സ്ഥലം നോക്കി KSRTC ബസ് സ്റ്റാൻഡിന് പുറത്താണ്. ഇത് ഒരു കുളമായി മാറിയിട്ടുണ്ട് KSRTC ബസ് സ്റ്റാൻഡ്. ഇത് ആദ്യത്തെ അനുഭവമല്ല കൊച്ചിയെ സംബന്ധിച്ച്. ഓരോ മഴക്കാലത്തും ഇത് സംഭവിക്കുന്നതാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഞാൻ വരാം വിഷ്ണു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓടയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ട്. പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടിങ്ങും വളരെ ശ്രദ്ധാപൂർവ്വം വേണം. അപകട മേഖലകൾ നമ്മൾ ഒഴിവാക്കണം. വളരെ കൂടി വേണം റിപ്പോർട്ടിംഗ് നടത്താൻ. അതോടൊപ്പം തന്നെ ഈ ആളുകളും വളരെയധികം ശ്രദ്ധയോടുകൂടി, ഇപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ കണ്ടു ആളുകൾ ഈ പല ഇടങ്ങളിലും ഈ ഓടയ്ക്കരികിലൂടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വരുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പോകാൻ. ഒരു തരത്തിലുള്ള സുരക്ഷയും എവിടെയും നമുക്ക് കിട്ടുന്നില്ല എന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. കളമശ്ശേരിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കളമശ്ശേരിയിലെ സ്ഥിതി എന്താണ് ശ്രീകാന്ത്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണിച്ചിറ ഭാഗത്താണ്. അതായത് ഇടപ്പള്ളി ടോളിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇതിനു മുൻപ് എങ്ങും തന്നെ ഇത്രയധികം വെള്ളം കയറി ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ആവുന്ന സാഹചര്യം കണ്ടിട്ടേയില്ല. ഈ പ്രദേശം ഇതൊന്ന് നോക്കൂ. ഈ നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിന് അടിയിലേക്ക് പോകുന്നു. വെള്ളക്കെട്ടിൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും കടന്നൊന്ന് ഇടപ്പള്ളിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ആളുകളൊക്കെ തന്നെ ഒരു കരയിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്കാണ് ഇടപ്പള്ളി ടോളും ഇടപ്പള്ളി ജംഗ്ഷനും. അവിടെയൊന്ന് എത്തി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇരുചക്ര വാഹനങ്ങളോ മറ്റു വാഹനങ്ങളോ ഇതിലെ ഓടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. വലിയ റിസ്ക് എടുത്താണ് ആളുകൾ ഇതിലൂടെ ഇപ്പോഴും വാഹനം കൊണ്ടുപോകുന്നത്. ഇന്നലെയും ഈ പ്രദേശം വെള്ളക്കെട്ടിലായിരുന്നു. ഇന്നും ഈ പ്രദേശം വെള്ളക്കെട്ടിലാണ്. ഇതിലെ ഓടകളുണ്ട്, പക്ഷേ ഓടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. വെള്ളം ഒഴുകാത്ത സാഹചര്യമുണ്ട്. കുറേ നേരമായി ഇവിടെ നിന്ന് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരോട് നമുക്കൊന്ന് ചോദിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഗോപി ചേട്ടാ, ഇത് എപ്പോ മുതലാ ഇത് തുടങ്ങിയത്? വൈകുന്നേരം വെള്ളം ഭയങ്കരമായിട്ട് കൂടി. ഇതിപ്പോ സാധാരണ ഇങ്ങനെ ഉണ്ടാകാറില്ല. ഇതിപ്പോ 2 ദിവസമായിട്ട് ഇന്നലെയും പിന്നെ ഇപ്പൊ ഇത് തന്നെയാണ്. ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഇന്നും എപ്പോഴാ ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ട്? ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് കൂടി. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ബൈക്കിൽ വന്നതാണോ? ആ, ബൈക്കിൽ വന്നതാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് ഈ മഴയത്ത് ഇങ്ങനെ പോകേണ്ടി വരുന്ന വലിയ കഷ്ടമാണല്ലേ? ആ, വളരെ ബുദ്ധിമുട്ടാണ്. ഗോപി, ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. ഒരു കുഞ്ഞിനെയും എടുത്ത് അവർ ബൈക്കിൽ വന്നതാണ്. ഇതിലെ ബൈക്കിൽ പോകാൻ കഴിയില്ല. അങ്ങനെ ബൈക്ക് ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ഒരു സൈഡിൽ. മറു സൈഡിൽ ഈ കുഞ്ഞിനെയും ഇങ്ങനെ കയ്യിലെടുത്ത് ഈ പെരുമഴയും നനഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ഒട്ടനവധി ആളുകൾ, അതിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾ എത്തുന്നുണ്ട്. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ്. ഇതിലെ ഒന്ന് കടന്ന് ഇടപ്പള്ളിയിലേക്ക് പോകാനോ ഇടപ്പള്ളിയിൽ നിന്നും തിരിച്ചിങ്ങോട്ടേക്ക് വരാനോ ഒട്ടും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജോലി കഴിഞ്ഞെത്തുന്നവർ, സ്കൂൾ കഴിഞ്ഞെത്തുന്നവർ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, കോളേജുകളിൽ നിന്നൊക്കെ തന്നെ വരുന്ന ആളുകൾ, അങ്ങനെ ഒട്ടനവധി പേർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒന്ന് കടന്നു വരണമെങ്കിൽ ഈ പ്രദേശത്ത് കൂടി വരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പൂർണ്ണമായും ഇത് നഗരം മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കാരണം ഇവിടെ മാത്രമല്ല പ്രശ്നം. ഇതൊരു ഉണിച്ചിറയിലെ ഒരു ചെറിയ പ്രദേശമാണ്. അവിടെയാണ് ഇത്രയധികം വെള്ളം. ഇതിനപ്പുറം ഇടപ്പള്ളിയിലും ടോളിലും ഒക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ്. കളമശ്ശേരി ഭാഗത്തങ്ങ് അടുക്കാൻ പറ്റാത്ത വിധം വെള്ളക്കെട്ടാണ്. പല വീടുകളുടെയും താഴത്തെ നിലയിൽ പൂർണ്ണമായും വെള്ളം കയറി കഴിഞ്ഞു. വരുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രതികരണം നമുക്ക് കിട്ടുമോ? തുടങ്ങിയത് എപ്പോഴാണ്? ഒരു 3:30ക്കാണ് മഴ തുടങ്ങിയത്. ഒരു 4 മണിയൊക്കെ 4:30 കംപ്ലീറ്റ് വെള്ളമായി. ഇന്നലെ ഇങ്ങനെ എവിടുന്നാ വരുന്നേ? വലിയ വെള്ളക്കെട്ട് വലിയ പ്രശ്നമാകുന്നുണ്ടോ വരുമ്പോ? ഞാൻ പറഞ്ഞ ഉണിച്ചിറയുന്നാണ്. അല്ല, ഇപ്പൊ വരുന്നത് മരോട്ടിച്ചോടിയെന്നാണ്. വെള്ളക്കെട്ട് വലിയ പ്രശ്നമാണോ? അത്യാവശ്യം നല്ല രീതിക്ക് പ്രശ്നം തന്നെയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു എങ്ങനെ ഈ പ്രശ്നം? ഇന്നലെ ഉണ്ടായിരുന്നു. ടോളിലൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇപ്പോഴും ടോളിലും ആ ഭാഗത്തൊക്കെ വെള്ളമുണ്ടോ? അതെനിക്കറിയില്ല. ഞാൻ മരോട്ടിച്ചോടി വഴിയാ വന്നേ. ഇന്നലെയും സെയിം ഇതേപോലെ തന്നെ. ഇന്നലെ ഇത് തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ വണ്ടി വരും,
ഞങ്ങൾ കുറേ ആളുകൾ തള്ളി അപ്പുറത്താക്കും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്താ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് വരാൻ കാര്യം? ഈ ഇവിടെ വരുന്ന ആ കാണ കംപ്ലീറ്റ് ബ്ലോക്ക് ആയതിനു ശേഷമാണ് ഇപ്പോൾ അതിൽ കൂടുതൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഒഴുകി പോകുന്നില്ല. ഇതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഉണ്ടായതായി കേട്ടിട്ടുണ്ടോ? ഒരു 3-4 വർഷമായിട്ട് ഇപ്പം മിക്ക സ്ഥലത്തുണ്ട്. ലൈൻ ഇങ്ങോട്ട് കൊടുത്തേക്കണം. അവിടെ അപ്പുറത്തുനിന്ന് പുതിയ കാണാൻ പണിതിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കണം ലൈൻ. അതിന്റെ ഫലമായിട്ട് കൂടുതൽ ഇങ്ങനെ വന്നേക്കണത് ഇപ്രാവശ്യം. ഗോപി, ഇന്നലെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. കാരണം ഇത് ശരി, ഞാൻ വരാം ശ്രീകാന്ത്. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കണം. പടമുകൾ ചിന്നംപിള്ളി ചിറയിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണതോടെ ഒഴുകി തോട്ടിൽ വീണിട്ടുണ്ട്. ഇപ്പോൾ മൂലമ്പാടത്ത് നിന്നും ശ്യാംകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് അവിടുത്തെ സാഹചര്യം? ശ്യാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ എന്താണ് അവസ്ഥ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ നമ്മളുള്ളത് കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടൊപ്പമാണ്. അത് മൂലമ്പാടത്താണുള്ളത്. അവരിവിടെ എത്തിയത് ഈ കനത്ത മഴയിൽ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളം ഉയർന്നു. അവിടെ വീടുകളിൽ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നേരത്തെ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടിലൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പമുണ്ട്. അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നാട്ടുകാർ ഈ ഒരു സമയത്തും എങ്ങനെ നിസ്സഹകരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇവിടെ നേരിട്ട ഒരു വലിയ പ്രതിസന്ധി? ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ 3 ടീമുകളാണ് റീജിയണൽ ഫയർ ഓഫീസറിൻ്റെയും ജില്ലാ ഫയർ ഓഫീസറിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ വീടുകളിലും അപ്രോച്ച് ചെയ്ത ആൾക്കാരോട് ഇറങ്ങാൻ പറയുന്നുണ്ട്. പക്ഷേ 2018 അനുഭവത്തിന് ശേഷമാണെങ്കിൽ ഇപ്പോഴും പല ആൾക്കാരും ഈ വീട്ടിൽ ഉൾപ്പെടെ, ഇവിടെ ഒരു അപ്പച്ചൻ മാത്രമാണുള്ളത്. അദ്ദേഹത്തോട് നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങളും കേട്ട് കാണും. നമ്മൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ഇവരാരും ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപ്പം ഇറങ്ങാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകളെ നമ്മളിപ്പം പല ടീമുകളിലായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. ഇവിടെ ക്യാമ്പുകളിലേക്കും എല്ലാം ജീപ്പുകളിലും മറ്റും വാഹനങ്ങളിലും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് മാറാതിരിക്കുന്നത് അതൊരു അപകട സാധ്യത കൂടിയല്ലേ? തീർച്ചയായിട്ടും ഒരു അപകട സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് അവരിപ്പം മാറാനായിട്ട് ഇപ്പോൾ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പിടിവാശി ഒഴിവാക്കി ഡിപ്പാർട്ട്മെന്റായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. ആളുകളെ കൊണ്ടുവരാനാണോ ഇപ്പോൾ ഒരു ഡിങ്കി ബോട്ട് അങ്ങോട്ട് പോയിരുന്നത്? 3 ഡിങ്കി ബോട്ടുകൾ ഇപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 3 ഡിങ്കിയിലും നമ്മൾ പരമാവധി ആളുകളെ, വില്ലിംഗ് ആയിട്ടുള്ള ആളുകളെ കൺവിൻസ് ചെയ്ത് ഇറക്കുക എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഇത്രയും ഇപ്പം വാട്ടർ ലെവൽ വളരെ സ്പീഡിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളം ഒഴുകി പോവാതിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട് ആളുകളെ. അത് എല്ലാവരും സഹകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഉദ്ദേശം ഒരു 25 പേരെ ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്നലെയും ഇവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ടീമാണ് ഇപ്പോഴുള്ളത്. അതെ ഗോപികൃഷ്ണൻ, ആളുകളെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഈ വെള്ളത്തിൽ ജോലി എടുക്കുന്നത്. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ട് വരുന്ന സുരക്ഷാ സേനയിലെ അംഗങ്ങളോട് പോലും ആളുകൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഈ സമയത്ത് വളരെ ഖേദത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. പല വീടുകളിൽ നിന്നും ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് നമ്മുടെ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഈ നിൽക്കുന്ന വീടുകളിലൊക്കെ ഉള്ളവർ ഉയർന്ന ഉദ്യോഗമൊക്കെ വഹിക്കുന്ന ആളുകളാണ്. അവരിൽ ഇപ്പോൾ ഒരു വീട്ടിലെ ആളുകൾ മാറാൻ തയ്യാറായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ആളുകളെ 25-ലധികം ആളുകളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ശ്യാം, ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പോൾ വെള്ളക്കെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് വെള്ളം എവിടേക്കും ഒഴുകി പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി എന്നാണ്. ഇവരെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? ഈ ആളുകൾക്ക് എന്താണ് അവർക്ക് ഈ അവിടുന്ന് മാറാനുള്ളൊരു മടി എന്താണ് അവർ പറയുന്നത് എന്താണ്? നാട്ടുകാരെന്താണ് പറയുന്നത്? ആ കുടുംബത്ത് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണം കൊടുക്കും. നിലവിൽ ഇപ്പോൾ ഈ ആളുകളെ മാറ്റാനായിട്ട് നേരത്തെ മാറാതിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ മാറാൻ തയ്യാറാകുന്നത്. അവിടെ പ്രായമായ ഒരു സ്ത്രീയുണ്ട്, ഒരു മകനുണ്ട്. അങ്ങനെ അവരൊക്കെ ഇപ്പോൾ മാറുന്നുണ്ട്. ഇവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരൊക്കെ പോകാൻ തയ്യാറാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിങ്കി ബോട്ട് വരണം. അതിനുവേണ്ടിയാണ് അവരൊക്കെ കാത്തു നിൽക്കുന്നത്. ഏതായാലും ഇവരൊക്കെ ഈ വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ ഇവിടെ വെള്ളത്തിന്റെ നില ഉയർന്നു വരുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. എന്തായിരുന്നു ആദ്യം ഇപ്പോൾ മാറാൻ പോവാണോ ഇവിടുന്ന്? അല്ല, മകള് എയർപോർട്ടിൽ വരും ഇപ്പോൾ, അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് പോവാം. ഇവിടുന്ന് ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, അടുത്ത വീട്ടിലേതെങ്കിലും അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി തന്നെ മാറട്ടെ. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാ. ഇവിടെയുള്ള ഈ വീട്ടുകാർ ഇപ്പോൾ അവരുടെ തൊട്ടടുത്ത് സുഹൃത്തിന്റെ വീടുണ്ട്, അങ്ങോട്ട് മാറുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ. കാരണം നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെള്ളം ഒഴുകി വരുന്നത്, ഒഴുകി പോകാൻ മാർഗങ്ങളില്ല, അത് കെട്ടിക്കിടക്കുകയാണ്. അതോടുകൂടിയാണ് ഇവിടെ ഈ ജലനിരപ്പ് ഉയരുന്നത്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിന്നതിന്റെ പകുതിയോളം ജലനിരപ്പ് വീണ്ടും ഉയർന്നിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ മാറാൻ തയ്യാറാകാത്തതാണിപ്പോൾ അത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ ഒരു സഹായം വേണ്ടി വന്നാൽ ഈ ആര് സഹായിക്കുമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും
പരമാവധി വീടുകളിൽ നിന്ന് മാത്രമല്ല ആളുകളെ ശ്യാം, ഈ മാറ്റാനുള്ള മഴ ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത തന്നെ വളരെ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ തോതിൽ മഴ വീഴുകയാണ്. വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സ്ഥലമില്ല. രാത്രിയെല്ലാം ശക്തമായ മഴ പെയ്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് കാര്യങ്ങൾ കുറെ കൂടി പ്രതിസന്ധിയിലാകും. ഒരുപക്ഷെ ഇത്ര എളുപ്പത്തിൽ ഒരു രക്ഷാപ്രവർത്തനം ആ സമയത്ത് സാധ്യമാകില്ല. അതുകൊണ്ട് നേരത്തെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ അവർ ആളുകളെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവിടെ ആളുകൾ അതിൽ ബോധ്യപ്പെട്ട് അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു അപകടം ഒഴിവാക്കാനുള്ള സാധ്യത എന്ന നിലയിൽ, അതിൻ്റെ ഒരു അവസരം എന്ന നിലയിൽ അവർ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അവർ ഡിങ്കി ബോട്ടുകളിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രതീക്ഷിക്കുന്ന പോലെയല്ല. വെള്ളം വളരെ പെട്ടെന്ന് നമ്മൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ വെള്ളം നിറയുകയും ഒഴുകിപ്പോകാൻ ഇടയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പ്രളയ സമാനമായ ഒരു അവസ്ഥ അത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാകും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെന്ന് വീഴുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് വിവരങ്ങൾ കൈമാറുകയായിരുന്നു എസ് ശ്യാംകുമാർ. ഇപ്പോൾ വീണ്ടും നമ്മൾ എസ് ശ്രീകാന്തിലേക്ക് പോകുന്നു. ശ്രീകാന്ത് നിൽക്കുന്നത് കൊച്ചിയിലെ ഉണ്ണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീകാന്ത്, ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? വെള്ളം കയറുന്നുണ്ട്, മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ശ്രീകാന്ത്? അവിടെ നാട്ടുകാരെന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, മഴയൊന്ന് മാറി നിന്നതാണ്. വീണ്ടും ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ ഇടവിട്ടിടവിട്ട് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇടവിട്ടിടവിട്ട് ഈ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പല ആളുകളും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അവർ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇവിടെയെല്ലാം ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുന്ന കാര്യം അറിയുന്നത്. അതിനാൽ തന്നെ മറ്റൊരു പോംവഴിയില്ല, ഇത് കടന്നു പോവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ഇവിടെ പല വീടുകളിലേക്കും, ഈ മേഖലയിലുള്ള പല വീടുകളിലേക്കും ഇതിനോടകം തന്നെ വെള്ളം കയറി കഴിഞ്ഞു. അവരെല്ലാം തന്നെ ആ വീടുകളിൽ നിന്ന് മാറ്റാനൊരു ശ്രമം നടക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വാഹനങ്ങളൊക്കെ തന്നെ വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത്. പലരും ഇരുചക്ര വാഹനങ്ങൾ ഒരു സൈഡിൽ നിർത്തി അവിടെ നിന്നും അത് പിന്നീട് ഉരുട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. ചില ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നു. നമുക്ക് അവരുടെ പ്രതികരണം കൂടി ചോദിക്കാം. ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ പോകുന്ന വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോ 3 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. പെട്ടെന്നുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പൊങ്ങലാ. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോകാന്ന് പറയുന്നത് വലിയ പാടല്ലേ? അതെ. അത് അവിടെ ആ കാണ ചെറുതായിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചിറങ്ങുമ്പോഴത്തേക്കും ആ കാണേ കൂടെ പുറത്തേക്ക് വന്നതാണ്. ഇവിടെ എല്ലായിടത്തും വെള്ളം കെട്ടി കിടക്കണേ. ഈ വെള്ളം ഒന്നും പോണില്ല. വീടുകളിലേക്കൊക്കെ കയറുന്നുണ്ടല്ലേ? ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ കയറുന്നുണ്ട്. ഗോപി, തീർച്ചയായും ശ്രീകാന്ത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ തന്നെ പറയുന്നത് ഇത് ആദ്യത്തെ അനുഭവമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ നഗരസഭയാണ് ആ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം, ഓടകൾ വൃത്തിയാക്കണം, വെള്ളം പോകാനുള്ള വഴികൾ കണ്ടെത്തണം. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത്? അതിലിനി ഒരു രണ്ടാമതൊരു സംശയത്തിന്റെ ആവശ്യമില്ല ഗോപികൃഷ്ണൻ. കാരണം നഗരസഭ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ ഓടകൾ വൃത്തിയാക്കൽ, അതൊന്നും തന്നെ 3 സ്ഥലങ്ങളാണ്. അതായത് കൊച്ചി കോർപ്പറേഷൻ, തൃക്കാക്കര നഗരസഭ, കളമശ്ശേരി നഗരസഭ. ഈ 3 സ്ഥലങ്ങളും, ഈ 3 ഒരു കോർപ്പറേഷനും 2 നഗരസഭകളും അവരുടെ പണി കൃത്യമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഈ മേഖലയല്ലേ ശ്രീകാന്ത് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്? മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ ഇടപെടുന്നത് എന്നാണല്ലോ അധികൃതരോടുള്ള ചോദ്യം ഹൈക്കോടതിയുടെ. മാലിന്യം വലിച്ചെറിയുന്നവരെ കുറ്റം പറയണം, അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ജനങ്ങളൊപ്പം നിൽക്കണം എന്നൊക്കെ ഉള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റന്നാൾ വീണ്ടും ഈ വിഷയം പരിഗണിക്കാൻ പോകുന്നു. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തമാവുകയാണ്. ഇതിലും ശക്തമായ മഴ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദുരിതവും ഇരട്ടിയാകും എന്നല്ലേ മനസ്സിലാക്കുക ശ്രീകാന്ത്? ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വളരെ പ്രധാനമല്ലേ? തീർച്ചയായും ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നും കോടതി ചോദിച്ചത് ഈ മഴയെല്ലാം കൂടി വന്ന് ഉച്ചിയിൽ കയറുമ്പോഴാണോ നിങ്ങൾ ഈ പണിക്ക് ഇനി ഇറങ്ങാൻ പോകുന്നത്? എത്ര കാനകൾ നിങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്? എവിടെയൊക്കെ വെള്ളം ഒഴുകിപ്പോകാതെ തടസ്സങ്ങളുണ്ട്? ഇതൊക്കെ നിങ്ങൾക്കറിയാമോ എന്ന് കോടതി ഇന്ന് ഈ കോർപ്പറേഷനോടും അതോടൊപ്പം വിവിധ നഗരസഭകളോടും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അത് മാത്രമല്ല, കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട്. ഇത് ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഓടകളെല്ലാം അടഞ്ഞു പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്ന് കോടതിയും പറഞ്ഞു. ഇനി ഈ രീതിയിലാണ് ആളുകൾ പെരുമാറുന്നതെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ കൂടി ഇത്തരം കേസുകളിൽ കക്ഷികളാക്കും എന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളിയിലെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണം
ഇവിടുത്തെ കാനപ്പണി അതിങ്ങനെ അനന്തമായി നീളുന്നതും അതോടൊപ്പം തന്നെ അവിടെ വെള്ളം ഈ കാനയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതുമാണ് എന്ന് അമിക്കസ് ക്യൂറി ഇന്നൊരു റിപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായ വീഴ്ച തുറന്നു കാണിക്കുന്നതാണ് ഇത്. അത് കോർപ്പറേഷന്റെ ഭാഗത്ത് മാത്രമല്ല, അത് നഗരസഭ, തൃക്കാക്കര നഗരസഭയിലും കളമശ്ശേരി നഗരസഭയുടെയും കീഴിലുള്ള ഓടകളിലെല്ലാം ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട്, വെള്ളം പൊങ്ങുന്നുണ്ട്. ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളും പരിപൂർണമായ വീഴ്ച വരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി ഇന്ന് രൂക്ഷ വിമർശനം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്ന കോടതിയുടെ നിരീക്ഷണവും വിമർശനങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. എന്നാൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ, ഓടകൾ വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ, വെള്ളം പോകാൻ വേണ്ടിയുള്ള വഴികൾ അത് തുറന്നു വിട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ ഈ കാഴ്ചയിൽ കാണുന്നത്. മാത്രമല്ല, ഓരോ ഇടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത തടസ്സം, ഈ മാലിന്യം കൂടി കലർന്ന വെള്ളത്തിലൂടെ നടന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ഒന്നിനു പുറകെ ഒന്നായി കണ്ണി ചേർക്കപ്പെട്ട് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് മലയാളി ജീവിതം കടന്നു വീഴുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം എബിൻ ജോസ് ഉണ്ട്. എബിൻ നിൽക്കുന്നത് കളമശ്ശേരി, ഇപ്പോൾ എബിനുള്ളത് തൃക്കാക്കര ഭാഗത്താണ്. എബിൻ ജോസിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ തേടാം. എബിൻ, തൃക്കാക്കരയിലെ സാഹചര്യം എന്താണ്? വെള്ളക്കെട്ടുണ്ടോ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ തൃക്കാക്കരയിൽ? ബോബി, വെള്ളക്കെട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിറച്ചു വെള്ളത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. ഓടകൾ നിറഞ്ഞ്, തോടുകൾ നിറഞ്ഞ് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങളിൽ വെള്ളം കയറുന്നു. ഇന്നലെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇന്നും വെള്ളം കയറിയിട്ടുള്ളത്. അതിലൊരു മാറ്റവുമില്ല. ഇന്ന് രാവിലെ ആളുകളെത്തി ഈ വീടുകളെല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയതേ ഉള്ളൂ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യുന്നു. അതേ രീതിയിൽ തന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ഒരു പക്ഷേ പറയുകയാണെങ്കിൽ അതിലും ശക്തിയായി തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഇപ്പോൾ നിലവിൽ മഴയ്ക്കൊരു ചെറിയ ശമനം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തുണ്ട്. എന്നാൽ നഗരത്തിൻ്റെ വേറെ മേഖലകളിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. തൃക്കാക്കര, അതുപോലെ തന്നെ കളമശ്ശേരി ഭാഗങ്ങളിലും വാഴക്കാല മേഖലകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ്. ഈ ഓടകൾ നിറഞ്ഞൊഴുകുന്നു, മഴക്കാല പൂർവ്വ ശുചീകരണം പാളി എന്നുള്ളത് 100% ശരിയാണ്. അതോടൊപ്പം തന്നെ അസാധാരണമായ മഴ പെയ്തു. ഈ വാഹനങ്ങളൊക്കെ വളരെയധികം നശിക്കുന്ന സാഹചര്യമുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗോപി നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു ആശങ്ക ഇന്ന് രാവിലെ തന്നെ അവർ പങ്കുവച്ചതാണ്. ഇതിന് ശേഷം എന്ത്, അതായത് ഈ വെള്ളം ഇറങ്ങിപ്പോയാലും ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്നത്, ഇപ്പോൾ മഴക്കാലത്തിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ, ഇന്നാണ് കാലവർഷം എത്തിയത് എങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്താകും അവസ്ഥ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പലരും ഇന്നലെ തന്നെ ഗൃഹോപകരണങ്ങൾ നശിച്ച സാഹചര്യം വീടുകളിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഴ പെയ്തപ്പോൾ അവർ ആശങ്കയോടുകൂടി തന്നെ 2 നിലയുള്ള വീടുകളിലാണെങ്കിൽ അവർ അവിടെ നിന്ന് താഴെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന സാഹചര്യമുണ്ട്. വേറൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ വൈകുന്നേരമാണ്, ഒരു 4 മണിക്ക് ശേഷമാണ് ശക്തമായി വീണ്ടും കൊച്ചിയിൽ മഴ പെയ്തത്. ഈ ആളുകൾ, ജോലിക്ക് പോയ ആളുകൾക്ക് ഇപ്പോഴും വീട്ടിൽ തിരിച്ചെത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം അതേമാതിരി വെള്ളമാണ്, വഴികളിൽ വെള്ളം, അതുപോലെ തന്നെ ഗതാഗതക്കുരുക്ക്. ഈ പോയ ആളുകളൊക്കെ മടങ്ങിയെത്താൻ പറ്റാത്ത സാഹചര്യം. പലരും ആ രീതിയിലുള്ള ആശങ്ക വഹിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് നിൽക്കുകയാണ്, അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ള പറഞ്ഞു. അതായത് ഇന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങിപ്പോയ ആളുകൾക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത, വീട്ടിൽ വെള്ളം കയറിയ സാഹചര്യം, വഴിയിൽ വെള്ളം കയറിയ സാഹചര്യം. ആ രീതിയിലാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലെയും അതുപോലെ തന്നെ സമീപ നഗരസഭകളിലെയും എല്ലാം സാഹചര്യം. ഗോപി, ശരി. തൃക്കാക്കരയിൽ നിന്നാണ് എബിൻ ജോസി വിവരങ്ങൾ നൽകിയത്. എബിൻ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് കണ്ടാൽ അതൊരു കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ആളുകൾക്ക് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ ആളുകൾ, ഈ സ്കൂളിൽ പഠിക്കുന്ന, അതായത് 10ാം ക്ലാസ് പോലെയുള്ള പഠിക്കുന്ന കുട്ടികൾ, അത് കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവർക്ക് വീടുകളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. യാത്രക്കാർ പലരും പെരുവഴിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ബസ്സുകളും വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. പാലാരിവട്ടം പാലത്തിന് മുകളിലൊക്കെ നീണ്ട ബ്ലോക്ക് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തേക്കും തിരിയാൻ കഴിയാത്ത രീതിയിൽ ഈ കൊച്ചി നഗരത്തിലെ ഗതാഗത സ്തംഭനം മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു എന്നുള്ളത്. ഒരൊറ്റ രാത്രിയിലെ മഴ കൊണ്ട് വീട്ടിന് പുറത്തേക്ക് നീന്തി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം കൊച്ചി നഗരത്തെ സംബന്ധിച്ചുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.